അപ്പോൾ ദേ നമ്മുടെ നൊമാഡിലെ രണ്ടാമത്തെ ചെമ്പല്ലിയാണ്. ഇന്ന് ഒരു മീൻ കിട്ടിയാണ്. എന്ത് മീനാ അറി? ഓപ്ഷൻ ചെമ്പല്ലി, പിന്നെ മുപ്പല്ലി, പിന്നെ ചീങ്കണ്ണി. 3 മീൻ. ഇത് ഏത് മീനാ? ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മൾ നമ്മുടെ സ്ഥിരം മീൻപിടുത്ത സ്പോട്ടായിട്ടുള്ള ബേപ്പൂരിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ബേപ്പൂർ പുളിമൂട്ടിലാണുള്ളത്. അപ്പോൾ സമയം എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? നട്ടുച്ചയാണ്. നട്ടുച്ച സമയത്താണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിഞ്ഞൂടാ, പക്ഷെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒരു ഇരിപ്പുറയ്ക്കണില്ല. എവിടെയെങ്കിലും പോയി മീൻ പിടിക്കണമെന്ന് അങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ട് നട്ടുച്ചയ്ക്കാണെങ്കിൽ നട്ടുച്ചയ്ക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കുവാണ്. പക്ഷെ ഇന്നത്തെ കണ്ടീഷൻ നോക്കിയാൽ, വെള്ളത്തിൻ്റെ കണ്ടീഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയാൽ നിങ്ങൾ, പക്ക കണ്ടീഷൻ വെള്ളമാണ് കിടക്കുന്നത്. ഒരുപാട് വെള്ളത്തിൽ ഇളക്കവും കാര്യങ്ങളൊന്നുമില്ല, ഓവർ കലക്കവും അല്ല, ഓവർ തെളിവും അല്ല. ഈ ഒരു കണ്ടീഷനിലാണ് വെള്ളം കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയേക്കുന്നത്. എനിക്ക് ഓവർ വെള്ളം തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മീൻ കിട്ടിയത് വളരെ കുറവാണ്. ഈ ഒരു 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 മീഡിയം ലെവലിൽ കിടക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്നൊരു മീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് വേഗം റോഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും സമയം കളയുന്നില്ല. മാക്സിമം ഞാനൊരു 2 മണിക്കൂറേ നിൽക്കത്തുള്ളൂ. അതിൽ കൂടുതൽ നിൽക്കുക ബുദ്ധിമുട്ടാണ്. കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ടോണ്ട് വലിയ സീനില്ല. കാറ്റും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയായി പോയേനെ. എന്തായാലും നമുക്ക് വേഗം റോഡ് സെറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ റോഡ് പെട്ടെന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടീഷൻ അടിപൊളിയാണ്. നല്ല വെള്ളത്തിൻ്റെ കണ്ടീഷനാണ്. ഓവർ തേരയില്ല, നല്ല വെയിലുണ്ട്. പക്ഷേ നല്ല കാറ്റുള്ളത് കൊണ്ട് സീനില്ല. ആ ഒരു വെയിൽ നമുക്ക് അറിയണില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 12 മണിയാണ്, നട്ടുച്ച സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ പുലിമുട്ടിൽ നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അതുകൊണ്ട് സീനില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ വെള്ളം നല്ല ക്ലിയർ ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലൂറുകളൊക്കെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ഷേഡും കാര്യങ്ങളൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലോ എന്ന്. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനുള്ളൊരു ഇതില്ല. കാരണം എന്നും മീൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഡെയിലി വ്ളോഗറായി പോയേനെ. കാരണം ഞാൻ ഡെയിലി മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് ഡെയിലി മീൻ കിട്ടാത്തതുകൊണ്ടാണ് ഡെയിലി വീഡിയോ വരാത്തത്. ഡെയിലി മീൻ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോ വീഡിയോ വെച്ച് ഇട്ടേനെ. എന്ത് ചെയ്യാനാ, നമ്മളൊരാഴ്ച മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ മീൻ കിട്ടുമായിരിക്കും, ചിലപ്പോൾ ആ ഒരു ദിവസം കിട്ടത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് അറിയാലോ, മീൻ പിടിക്കാൻ പോയവർക്ക് തീർച്ചയായിട്ടും അറിയാലോ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താന്ന്. പിന്നെ നന്നായിട്ട് മീൻ കിട്ടുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മീൻ കിട്ടും. ഇവിടെ നമ്മൾ പുലിമുട്ടുകളിലൊന്നും എപ്പോഴും നമുക്ക് 100% മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അതാണ് ഒന്നാമത്തെ പ്രശ്നം. നമ്മുടെ മെയിനായിട്ടുള്ള മീൻ പിടുത്തം ഇവിടെ പുലിമുട്ടുകളിലൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടി പറ്റാത്തത് ഒന്നാമത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സോഫ്റ്റ് വെയ്റ്റ്സ് ഉപയോഗിച്ച് നോക്കാം, പിന്നെ ലൂറ് ഉപയോഗിച്ച് നോക്കാം. ഇന്ന് നമ്മൾ സീമാൻ്റെ ഒരു സോഫ്റ്റ് വെയ്റ്റ് ഉണ്ട്, ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് സാധനം. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. സംഭവം ഉഷാറാണ്. നമ്മൾ മുൻപേ ഇതുപോലുള്ള ഒരു സോഫ്റ്റ് വെയ്റ്റ് ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു സാധനം തന്നെയാണ്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ചും കൂടെ നീളം കൂടിയ ഐറ്റമാണ്, പക്ഷെ ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ സാധനമാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഏതായാലും അതൊന്ന് ഉപയോഗിച്ച് നോക്കാം. എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഇന്ന് കാണുന്നുണ്ട്. ഇന്നലെയൊക്കെ വന്നപ്പോൾ നല്ല കാറ്റും അതുപോലെ തന്നെ തിരയും വെള്ളം നന്നായിട്ട് കലക്കുമായിരുന്നു. ഇന്ന് പെർഫെക്റ്റ് കണ്ടീഷനാണ്, പക്ഷെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മീൻ കിട്ടും. അപ്പോൾ ഏതായാലും നമുക്കിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം.
നമ്മുടെ നൊമാഡിലെ രണ്ടാമത്തെ ചെമ്പല്ലിയാണ്. ഫസ്റ്റ് ഒരു ചെമ്പല്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും ഇത് രണ്ടാമത്തെ ചെമ്പല്ലിയാണ് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് യൂസ് ചെയ്ത സോഫ്റ്റ് വെയിറ്റ് കേട്ടോ. ഈ ജിഗഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ സംഭവം നമ്മൾ കുറേ കാലങ്ങൾക്ക് മുന്നേ ഒരു കാളാഞ്ചി പിടിച്ചൊരു സാധനമാണ്. അന്ന് മുതൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. മസ്റ്റാർഡിൻ്റെ ഒരു 14 ഗ്രാമിൻ്റെ ജിഗഡ്. അതിലാണ് ഇന്നും മീൻ കിട്ടിയേക്കുന്നത്. സംഭവം ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇപ്പോഴും അതിൽ മീൻ കിട്ടുന്നുണ്ട്. അതൊരു ലക്കി ജിഗഡാണ്. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സീമാൻ്റെ ഒരു പുതിയ സോഫ്റ്റ് വെയിറ്റ് ഇല്ലായിരുന്നു, ഞാൻ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ. ആ സോഫ്റ്റ് വെയിറ്റ് തന്നെയാണ്. നല്ല ആക്ഷൻ ഉണ്ട് ഇതിന്. പിന്നെ ഇത് ഒരു മീനടിച്ചിട്ട് ഇതിനൊരു യാതൊരു തരത്തിലുള്ള പോറൽ പോലും പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതേ അമ്മയും പൂപ്പയും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഒരു മീൻ കിട്ടിയാണ്. എന്ത് മീനാ അറി? ഓപ്ഷൻ ചെമ്പല്ലി, പിന്നെ മുപ്പല്ലി, പിന്നെ ചീങ്കണ്ണി. 3 മീൻ. ഇത് ഏത് മീനാ? ചീങ്കണ്ണിയോ? ചീങ്കണ്ണി എന്ന് പറഞ്ഞ മുതലാണ്. ചെമ്പല്ലി. അടിപൊളി. അമ്മ പറയാണ് ചീങ്കണ്ണി. അയ്യോ, ഞങ്ങള് ഇങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല. എടുത്തു നോക്കി. ഒരുപാട് കാലായില്ലേ കിട്ടിയിട്ട്. ജീവുണ്ട്, ചത്തുണ്ടോ? ചെമ്പല്ലി ഇപ്പൊ കിട്ടിയിട്ട് കൊറേ ആയി. ഇതാണ് ചീങ്കണ്ണി. എങ്ങനുണ്ട്? ജീവുണ്ട്. നോട്ടെ നോട്ടെ നോക്കട്ടെ. ചെറുതായിട്ട് ജീവുണ്ടല്ലേ? എന്തായാലും നിങ്ങള് ചീങ്കട്ടി. അപ്പൊ ഇന്നും ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചിരിച്ചു മരിക്കല്ലോ. ചെമ്പല്ലി കിട്ടിയിട്ട് കൊറേ ആയി. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ചെമ്പല്ലി. ഇത് നമ്മളെന്താ ചെയ്യാമ്മേ? നമുക്ക് ഇന്ന് രാത്രി കറി വെക്കാല്ലേ? നമുക്ക് മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് വെക്കാം. ഏത്? അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട്. പൂപ്പി, ഇതൊക്കെ ഞങ്ങളുടെ പൂപ്പീനെ കണ്ടോ? ഇത് ഇപ്പോഴും നല്ല ജീവൻ ഉണ്ട് കേട്ടോ ഇതിനമ്മേ. ഇതൊക്കെ പൂപ്പി എന്റെ മൂക്കിന് കടിക്കൂ. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മളൊരു മീൻ വെച്ചിട്ടൊരു ചെറിയൊരു കുറുമ പോലത്തെ സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അത് വളരെ ഈസിയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിലിടയ്ക്ക് മീൻ കിട്ടുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാറുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്താ, നമ്മുടെ ചെമ്പല്ലി, ഇന്ന് പിടിച്ചിട്ടുള്ള ചെമ്പല്ലി നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിത് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ 3 സംഭവം കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയുടെ പാല് 2ാമത്തെ പാലാണ് കേട്ടോ. ഫസ്റ്റത്തെ പാല് നമ്മൾ അവസാനമാണ് ഒഴിക്കുക. ഇത് തേങ്ങയുടെ 2ാമത്തെ പാലാണ്.
ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഇത് അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊരു മിനിമം ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിൽ വെക്കണം. എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക്, മീനിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇതിങ്ങനെ മുങ്ങി കിടക്കണം. മീൻ നന്നായിട്ട് ഇതിൽ മുങ്ങി ഇങ്ങനെ കിടന്നതിന് ശേഷം നമ്മളൊരു 2 മണിക്കൂറെങ്കിലും, ഞങ്ങളിപ്പോൾ 2 മണിക്കൂർ വെക്കാനുള്ള ടൈമുള്ളൂ, 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ സംഭവം ഉഷാറാവും. നിങ്ങൾ മീൻ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെമ്പല്ലിയേക്കാളും ടേസ്റ്റ് ഹമൂറ കേട്ടോ. ഹമൂറ് വെച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്കിതൊരു 2-3 മണിക്കൂർ വെച്ചതിന് ശേഷം കുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ഗിവ് അവേസും അധികം ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്ത ആളുകൾ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഗിവ് അവേയുടെ 2 വിന്നേഴ്സിനെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷ്രിമ്പിൻ്റെ ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ വിന്നേഴ്സിനെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. നാളെ മറ്റന്നാളായിട്ട് അവരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ മീൻ പിടിച്ചിട്ടുള്ള ആ ഒരു ഷാഡ് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ ടാക്കിൾസും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.